പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ കൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകണം, നല്ല വിടുതലുണ്ടാകണം. നിങ്ങൾ മറക്കാത്തൊരു ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യമേ ആ മറക്കാത്ത അനുഭവം നിങ്ങൾക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയുടെ നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധുര്യതയിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറയുക. ഇന്നത്തെ ആവശ്യങ്ങൾ പറയുക. ശാരീരികം, സാമ്പത്തിക, ആധ്യാത്മിക, മറ്റുള്ളവരെല്ലാം ആശ്രയിച്ചിരിക്കുന്ന വിഷയങ്ങൾ, സഞ്ചാരം, യാത്ര, മറ്റുള്ളവരോട് ആർക്കെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത്, ഡോക്ടറെ കാണുന്ന ദിവസമാണെങ്കിൽ അത് ഓർക്കാം. സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉള്ള യാത്ര ഉണ്ടെങ്കിൽ അത് ഓർക്കാം. ഇന്നത്തെ ഫോൺ വിളിക്കുന്നത് കാര്യം മനുഷ്യന്മാരിപ്പം ജീവിക്കുന്ന ഫോണിൻ്റെ ഉള്ളിലൂടെയാണല്ലോ. അപ്പോൾ അതൊക്കെ നിസ്സാരമല്ല കാര്യമില്ല. അപ്പോൾ അത് അതർ പാർട്ടി അതർ എൻഡിൽ ആരാ നിൽക്കണത് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, മനുഷ്യൻ്റെ എല്ലാ മോഹങ്ങളും എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആശങ്കകളും അങ്ങയുടെ തിരുസന്നിധിയിലെ പ്രഭാതത്തിൽ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, സൂര്യൻ ഉദിച്ചു വരുമ്പോഴേ ഇരുള് മാറിക്കൊടുക്കണ പോലെ കർത്താവെ, നിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ മാറാൻ ഇടയാക്കണം. ചെയ്യും. അവിസ്മരണീയമായൊരു സംഭവം ഇന്ന് നടക്കണമെന്നായിരുന്നല്ലോ കർത്താവെ ആദ്യമേ പറഞ്ഞത്. ആശ്വാസം എന്തു തന്നെയായാലും ഓർത്തു വെക്കാൻ പറ്റിയൊരു നല്ല കാര്യം മക്കളുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവെ, ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ചിലപ്പോൾ ബ്ലഡൊക്കെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ബയോപ്സി കൊടുത്തിട്ടുള്ളവർ, ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ പോണവർ, ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോകുന്നവർ എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ഒരു രോഗമായിട്ട് വെറുതെ ആവശ്യത്തിലേറെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈശോയെ, സഹായിക്കാനോ സന്ധിക്കാനോ പരിചരിക്കാനോ ആരുമില്ലാതെ
ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. എന്തിനാണ് ഇതെല്ലാം തന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്തിനാ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരെയും നമുക്ക് സഹായത്തിന് കിട്ടാത്ത അവസ്ഥ ഉണ്ട്. എല്ലാവരും തിരക്കിലായിരിക്കുന്ന കാരണം എല്ലാവരെയും അവഗണിക്കുകയും സൗകര്യപൂർവ്വം കർത്താവ് വിസ്മരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ എല്ലായിടത്തും കർത്താവ് നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് കർത്താവ് ഏറ്റവും വലുത്. ഈശോ അങ്ങ് പറഞ്ഞത് ഈശോയെ, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അതിനർത്ഥം എന്താണ്? പല പല കാരണങ്ങളെ പലരും ഞങ്ങളെ അവഗണിക്കാം, പക്ഷെ നീ അവഗണിക്കത്തില്ലെന്നാണ്. അത് എല്ലാവർക്കും അനുഭവവേദ്യമാക്കാൻ അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം നിറവേറണം പ്രാർത്ഥന. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാന, കടലിലും കരയിലുമായി നടത്തിയിട്ടുള്ള ദൈവ ശുശ്രൂഷകൾ, അതിൽ പങ്കെടുത്ത 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന ആസ്തികളെല്ലാം അങ്ങയുടെ മക്കൾക്ക് ഈ നിമിഷം ആസ്തിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ക്ലേശങ്ങൾ, ഭാരങ്ങൾ, തകർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ മഞ്ഞുപോലെ ഉരുകിപ്പാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ സഹിക്കാൻ ബാക്കി വെച്ചിരിക്കുന്ന വിഷയത്തിന് മേലെ അത് സഹിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അധിക അഭിഷേകം നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഒരുപാട് വലുതുകരം അണിപ്രദാനം അത്ഭുതകരം ഞങ്ങളുടെ സഞ്ചാരങ്ങൾ, സംരംഭങ്ങളുടെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ ഇടപെടലുകളും കർത്താവെ നിന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കളുടെ ഇന്നത്തെ മുഴുവനും സഞ്ചാരങ്ങളെയും ഇടപാടുകളെയും സംസാരങ്ങളെയും സംബന്ധങ്ങളെയും കർത്താവ് മറ്റുള്ള മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുന്ന വിഷയങ്ങളെയും എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, നിങ്ങളുടെ യോഗ്യതയേക്കാളുപരി കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ഇന്ന് ഉറങ്ങുന്നതിനുള്ളിൽ സന്തോഷകരമായ മറക്കാൻ പറ്റാത്ത അനുഭവത്താൽ നിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. നിത്യപിതാമ്പത്തൊന്നും പരിശുദ്ധാത്മാവിനെ നീക്കുവാൻ. എൻ്റെ പ്രിയപ്പെട്ട നവംബർ 8-ാം തീയതി വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ വായിക്കുന്നത് 119-ാം സങ്കീർത്തനം 50-ാമത്തെ തിരുവചനമാണ്. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. ഇതൊരു മനോഹരമായ കാര്യമാണ്. സങ്കീർത്തനം 119 50-ാമത്തെ വചനം. അതായത് അങ്ങയുടെ വാഗ്ദാനം, ഒന്നൊരു വായിച്ചേ, അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അപ്പോഴ് ദുരിതങ്ങളിൽ ആശ്വാസം എന്താണ്? നമ്മളിത് വളരെ എൻ്റെ എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ ദുരിതങ്ങളിൽ ആശ്വാസം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം വായിക്കണം എല്ലാ ദിവസവും. എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ചിട്ടുണ്ട്. അതാണ് പ്രൊമിത്തരെ ടു പുൾ ഔട്ട്. അതിൻ്റെ പ്രോമിസ് എന്ന് പറയും, നമ്മൾ പ്രോമിസ് എന്ന് പറയും. പക്ഷേ അതിൻ്റെ ധാതു എന്താണ്? ടു പ്രൊമിത്തരെ ടു പുൾ ഔട്ട്. വാക്കിൻ്റെ ഉള്ളിൽ ദൈവം നിനക്ക് വേണ്ടി നിക്ഷേപിക്കണ ദാനങ്ങളെ വലിച്ചു പുറത്തെടുക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രഖ്യാപനം കൊണ്ടും പ്രയോഗം കൊണ്ടും ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോഴേ ഈ വാഗ്ദാനം എന്താണെന്നാണ് പറയണത്? ദുരിതങ്ങളിൽ ആശ്വാസമാണ്. എന്താണ് എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫെബ്രുവരി 13:5 എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അതൊരു വാഗ്ദാനമാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ തള്ളിക്കളയത്തില്ല എന്ന് പറഞ്ഞ ദൈവമാണ്. അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാപാവസ്ഥയോ എൻ്റെ അയോഗ്യതയോ ഒന്നുമേ അങ്ങ് എന്നെ തള്ളിക്കളയുന്ന കാരണമാകത്തിരുന്ന് അങ്ങ് തന്നെ പ്രഖ്യാപിച്ചപ്പോൾ ആ വാഗ്ദാനമാണ് ദുരിതങ്ങൾ എനിക്ക് ആശ്വാസം. ഇങ്ങനെയുള്ള 8840 വചനങ്ങളാണ് വാഗ്ദാനമായിട്ട് ബൈബിളുള്ളത്. നമ്മുടെ ജീവിതത്തെയും അനന്ത ജീവിതത്തെയും വരായിക്കുന്ന ജീവിതത്തെയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കണതും ഉടമ്പടി നിലനിൽക്കുന്നതും. കർത്താവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ ദുരിതങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകാൻ, അതിലാഴമായി വിശ്വസിക്കാൻ, വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് പ്രയോഗിക്കാൻ, വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായിട്ട് അത് യേശുനാമത്തിൽ പ്രഖ്യാപിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ദിവസം കൂടി അതിനുവേണ്ടി വിശ്വാസം ജീവിക്കാൻ ഒരു ദിവസം കൂടി കർത്താവ് തന്നിരിക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കൈകളിൽ നിന്ന് ഈ ദിവസം നമുക്ക് ഏറ്റുമേടിക്കാം. പ്രൈസ് ദി സ്തുതിക്കാം. ഹല്ലേലൂയ. കൃപാസനത്തിലെ ഒരു വർഷത്തിൽ 2 പ്രധാനപ്പെട്ട മാസമാണ് മെയ് മാസം, ഒക്ടോബർ മാസം. അമ്മയുടെ അനവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന മാസമാണ്.
അത് മെയ് മാസത്തിൽ അമ്മയുടെ വണക്കമാസമാണ്. ഓരോ ദിവസവും അമ്മയുടെ വണക്കവും വായിക്കുകയും ദൈവവചന ശുശ്രൂഷ നടത്തുകയും അങ്ങനെ ഒരു പ്രത്യേക പരിചരണങ്ങൾ ആൾക്കാരെയുണ്ട്. അത് ലൈവായിട്ട് നിങ്ങൾ കാണാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾക്ക് വണക്കമാസം സ്വന്തമായിട്ട് ഏറ്റെടുത്ത് നടത്താൻ പറ്റും. അതുവേണ്ടി ഓഫീസുകളിൽ നിങ്ങൾ വണക്കം നിയോഗം എഴുതി കൊടുത്തിട്ട് രസീത് വാങ്ങേണ്ടതാണ്. കൃപാസനത്തിലെ സന്യസ്തരായിട്ടും ശുശ്രൂഷ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, സമർപ്പ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നവരും എൺപത്തിരണ്ട് 81 29 75 11 നമ്പറിൽ വിളിച്ച് അതിൻ്റെ വിശദവിവരങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. കൃപാസനത്തിൽ സന്യസ്ത സമർപ്പണ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നവർ, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രേക്ഷിതയായി ജീവിതം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്. അവർ ഇത് വാട്സപ്പ് നമ്പറാണ് 82 81 29 75 11. ഇനി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ലോകത്തിലെ എല്ലാ കോൺവെന്റിലും ചിലപ്പോൾ ഒരു വർഷത്തിനൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സിസ്റ്റേഴ്സുണ്ട്. അവർക്ക് കൃപാസനത്തിൽ വന്നിട്ട് വിജയകരമായ രീതിയിൽ അവിടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടുപോകാൻ പറ്റും, ശുശ്രൂഷ ചെയ്യാനും പറ്റും. അതിനവർക്ക് ചാപ്പലുണ്ട്. അവരുടെ കൃപാസനത്തിൻ്റെ കോൺവെൻ്റ് ചാപ്പൽ ഈ ദിവസങ്ങളിൽ ആലപ്പുഴ രൂപതാധ്യക്ഷൻ അഭിനന്ദ ആനാവർമ്മ പിതാവ് വന്ന് വെഞ്ചരിക്കുകയുണ്ടായി. അവരുടെ കൃപാസനം തന്നെ രൂപതയിലെ ജൂബിലി തീർത്ഥാടന കേന്ദ്രമായിട്ട് രൂപത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കൃപാസനത്തിൽ വന്ന് രൂപതയുടെ തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിൽ ഇവിടെ തീർത്ഥാടനം ചെയ്യുന്നവർക്കും അതനുസരിച്ച് അനുരഞ്ജന ശുശ്രൂഷ സ്വീകരിക്കുന്നവർക്കും അതിൻ്റെ പരിചരണങ്ങൾ ലഭിക്കുന്നവർക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം ജൂബിലി വർഷം മാർപ്പാപ്പ കൽപ്പിച്ച് നൽകുന്ന ദണ്ഡവിമോചനം കൃപാസനത്തിൽ ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ തീർത്ഥാടകർ പ്രത്യേകിച്ച്. അതിന് നമ്മൾ കൃപാസനം മിഷൻ സെൻറ്റർ എന്നും പറഞ്ഞ് കൃപാസനത്തിന് നേരെ പടിഞ്ഞാറ് വശത്ത് നമ്മുടെ പാർക്കിംഗ് സെൻറ്ററിൽ ഒരു ചാപ്പലും ബാക്കിയുള്ള സൗകര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജൂബിലി തീർത്ഥാടനമായിട്ട് വരുന്നവർ ഇവിടെ വന്ന് മാതാവിനടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി കുമ്പസാരിച്ചിട്ട് അതിൻ്റെ ശുശ്രൂഷകൾ ബഹുമാനയുടെ അലക്സ് അച്ഛൻ ആണ്, അലക്സ് ഉച്ചിക്കാരൻ അച്ഛനാണ് അതിൻ്റെ ചാർജുള്ളത്. കൃപാസനം സ്റ്റാളിലെ നേർച്ച വസ്തുക്കൾ നമുക്കറിയാം. കൃപാസനത്തിൻ്റെ അടിസ്ഥാന ശുശ്രൂഷകൾ വിശ്വാസ പ്രയോഗമാണ്, വിശ്വാസ പ്രഖ്യാപനം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ പ്രയോഗം. അതിൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം വെഞ്ചരിച്ചത് കൃപാസനത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കാര്യം അത് അത്രയും പരിശുദ്ധമായതുകൊണ്ട് പുറത്ത് കിട്ടത്തില്ല. പിന്നെ ചിലർ കൃപാസനത്തിൻ്റെ ആണ് വെഞ്ചരിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേർച്ച വസ്തുക്കളല്ലാത്ത വസ്തുക്കളൊക്കെ വെറും വസ്തുക്കൾ പുറത്ത് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ കരുതുണ്ടായിരുന്നു. നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ അതല്ല, വെഞ്ചരിച്ച വസ്തുക്കൾ കൃപാസനത്തിനകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. കാര്യം നിങ്ങൾ തെറ്റകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. കൃപാസനം 22 ഭാഷകളിലുണ്ട്. ചൈനീസ് ഭാഷ ഉൾപ്പെടെയാണ്, ജപ്പാൻ ചൈനീസ് ഭാഷ ഉൾപ്പെടെയാണ് ഇപ്പോൾ 22 ഭാഷകളിലേക്ക് കൃപാസനം പത്രം ഉള്ളത്. അത് ആർക്കെങ്കിലും ഇപ്പോൾ അറബികളിലേക്കും അടുത്ത മാസം മുതൽ ചിലപ്പോൾ ദൈവം അനുഗ്രഹിച്ച് പത്രം വരും. അപ്പോൾ എന്തുമാത്രം ലോകത്തിൻ്റെ വ്യാപകമായ രീതിയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ നിങ്ങൾക്ക് കൃപാസനത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോൾ സിമ്പിളാണ് ശരിക്കും. കാര്യം വെച്ചാൽ കൃപാസനത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കണ്ണീര് ഒപ്പേണ്ടത് അമ്മയുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യം മാത്രമല്ല. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് ദൈവം നൽകുന്ന അടയാളമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ എൻ്റെ കുടുംബത്തെയും തിരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്നാൽ പാട്ടും പാടി നിൽക്കുന്നത് ഇവിടെ ഒരു ടെൻഷനും ഇല്ലാതെ. കാര്യം എനിക്കറിയാം, ഞാനൊരാളായിട്ട് ഇവിടെ നിന്നാൽ മതി. ചെയ്യേണ്ട കാര്യം എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അമ്മ ആൾക്കാർക്ക് അടയാളം നൽകിക്കൊള്ളും. അപ്പോൾ നിങ്ങളിതൊന്നും അച്ഛൻ്റെ പേരിൽ സ്ഥാപനത്തിൻ്റെ പേരിൽ ആട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവിടെ നിന്ന് മുകളിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ലോകത്തിന് സന്ദേശം കൈമാറുകയും ചെയ്യേണ്ടത് സ്വർഗത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി പ്രാർത്ഥന വന്നിരിക്കുന്നതും നിങ്ങൾക്ക് അടയാളം ലഭിക്കുന്നതും. അപ്പോൾ ഉടമ്പടി വൃത്തിമനമായിട്ട് ജീവിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു. അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് നടക്കുന്നുണ്ട്. 10-40 പേരുടെയൊക്കെ 50 മണി ആരാധന ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ദൈവവിളി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂട്ടപ്രാർത്ഥന നടത്താൻ പറ്റും, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് അതിൻ്റെ കാര്യവിചാരങ്ങളും ജപമാലയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ജീവിതക്രമമാണ്.
പലപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യത്തിൻ്റെ അൾത്താരയിൽ നിൽക്കുമ്പോൾ നമ്മളെ വല്ലാത്ത രീതിയിൽ സംഭ്രമിപ്പിക്കും. കാര്യം നാനാജാതി മതസ്ഥർ ഒരു ഷോർട്ട് ടൈമിൽ വെറും വളരെ ചുരുങ്ങിയ 4 മണിക്കൂറല്ലേ നിങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. 30 വർഷം ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ എക്സ്പീരിയൻസാണ് ചിലർക്ക്. ചിലർ 40 വർഷമൊക്കെ ദൈവകാര്യം കേട്ടിട്ട് ഇന്ന് വരെ പച്ച പിടിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് 4 മണിക്കൂറാണിത് കേൾക്കണത്, ദൈവകാര്യം കേൾക്കണത്. പക്ഷെ അവരതിൻ്റെ റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കേൾക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിവാരണം ചെയ്യപ്പെടണം. ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കണത്. പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ഈ അതായത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജനേ ആരാധന ജീവന്റെ തിരുഭോജനേ ആരാധന ജീവന്റെ തിരുഭോജനേ. യോഹന്നാൻ 6:45. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരുമാണ്, അല്ലാതെ കുറച്ച് പേര് സെമിനാരിൽ ചേർന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് കുറേ 10 കൊല്ലം പഠിക്കണം അങ്ങനെയുള്ള കക്ഷികൾ മാത്രമല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ സുതാര്യവും ലളിതവും ഹ്രസ്വവും ആണ്. എന്താണ്? അവരെല്ലാവരും ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വചനം പറയുമ്പോഴും നിങ്ങളൊക്കെ ജോസഫ് വചനമല്ല, ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും, ഞാൻ ശബ്ദം കൊടുക്കും. എന്നിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പാരറ്റസ് ചെവിയല്ലേ അല്ലേ? അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ശബ്ദം കൊടുക്കാൻ, ശബ്ദസംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ ശബ്ദം കൊടുക്കും അതിന്. അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചിലരെന്ത് ചെയ്യും, അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലെയും ആകും, ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും. ഇപ്പം നിങ്ങളൊരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ, 50 പേർക്ക് ഞാൻ ജോസഫ് അച്ഛൻ പഠിപ്പിച്ച പോലെയാവും, മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും. 50 പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും. അതെങ്ങനെ അറിയാൻ പറ്റും? ചിലക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല എന്നർത്ഥം. ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല. നമ്മൾ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമുക്ക് ഇരുട്ടത്ത് നടക്കണം, അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 119 സങ്കീർത്തനം 105 തിരുവചനം. 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പം ഓരോ വചനത്തിൻ്റെയും അതിൻ്റെ മിഷൻ
അതിൻ്റെ മിഷൻ എന്താണ്? ദൗത്യം. വചനത്തിൻ്റെ ദൗത്യം എന്താണ്? ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, എന്താണ്? പാതയിലെ പ്രകാശവുമാണ്. എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടെയാണ് ഇത് പോണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ഞാൻ നടക്കേണ്ട വഴി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പൊ എല്ലാ ഈച്ച് ആൻഡ് എവരി ഡിസിഷന്, തീരുമാനങ്ങൾക്കെല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേർഡ് ഉണ്ട്. പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട്. ലൈറ്റ് ഓഫ് ദി വേൾഡ്, ലൈറ്റ് ഓഫ് ദി വേർഡ്, പ്രകാശത്തിൻ്റെ വചനം. അതായത് ഓരോ വിഷയത്തിനും അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് എന്താണ്? അരമണിക്കൂർ വചനം വായിക്കുക. പിന്നെന്താണ്? ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക. ഇപ്പം അഡീഷണലായിട്ട് വെച്ചിരിക്കണത് എന്താണ്? ഡെയിലി ബ്രെഡ്. അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെ എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ. ഉടമ്പടി വിഹിതമായ വചനങ്ങൾ, ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരണത്. നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരണത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ്. അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു കോതമംഗലത്ത് ഒരു കൊച്ചുകൂട്ട, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അവൻ സാക്ഷ്യം പറഞ്ഞ അവന് ബൈബിൾ അവരുടെ ജില്ലയിൽ ബൈബിൾ ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസാണ്. അവനെന്താ ചെയ്യണത്? അവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും, എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ച് വെക്കും. അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. 2 മാസത്തെ വചനങ്ങൾ ഗൃഹപാഠമായിട്ട് പഠിച്ചു. 102 വചനങ്ങൾ പഠിച്ചു. 302 വചനങ്ങൾ അവൻ പഠിച്ചു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ്. കാര്യം അത് എന്നെ ഞെട്ടിക്കണമെന്ന് പറഞ്ഞത്, ഞാനിപ്പോൾ അച്ഛനായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 10-39 കൊല്ലം ആയി, ഇപ്പം കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ അനുദിനം ഒരുമിച്ച് കൂട്ടുകയും നാനാജാതി മതസ്ഥരെ അവരുടെ വേദനകാലങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും പരിപാലനയിലേക്കും വിളിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല. ഞാൻ ചരിത്രം നല്ലവണ്ണം പഠിക്കുന്ന ആളാണ്. ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി. ഇപ്പോൾ നിത്യാരാധന ഇന്ന് 13-ാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ട് 700 കൊല്ലമേ ഉള്ളൂ നിത്യാരാധന തുടങ്ങിയിട്ട്. കുരിശിൻ്റെ വഴി സഭയിലെ ശുശ്രൂഷയാണ്. അതിൻ്റെ തുടങ്ങിയിട്ട് 800 കൊല്ലമായി. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. ജപമാല 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ്? ദോസ് ഹു ആർ മെൻറ്റ്. അത് ആരാണ് ഇതോടെ മെൻറ്റ്? കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം CSI, പെന്തക്കോസ്റ്റ്, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക, ഇനി നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഉടമ്പടി. അതിപ്പോഴേ നമ്മൾ 16-ലാണ് ഇത് ആക്ടിവേറ്റ് ആകണത്. 16 തൊട്ട് ഇങ്ങോട്ട് 8 കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ, എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത്. അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് ഈശോനെ കുറിച്ചാണ് അത് പറയണത്. പക്ഷെ അതിൻ്റെ ഫലപ്രാപ്തി ഈശോൻ്റെ കാലത്ത് പോലും അതേസമയം തന്നെ വിജാതിയരും യഹൂദരുമൊക്കെ ഈശോയെ സ്വീകരിക്കുന്നതിന്
ഭയങ്കരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. സഭയിൽ വിവാദങ്ങളായ പഠനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ചില യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനിസായിട്ടുള്ള പത്തോസിനെപ്പോഴുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ വിജാതീയരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ പത്തോസ് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദരാകണം, പിന്നെ നിങ്ങൾ സർക്കംസിഷനൊക്കെ ചെയ്യണം, ചേതനാചാരം ചെയ്യണം, എന്നിട്ട് ക്രിസ്ത്യനായിട്ട് ബാപ്റ്റിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സങ്കീർണങ്ങളായ പഠനങ്ങളൊക്കെ വന്നു. അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ കാഴ്ചപ്പാടുകളുടെ വിഷയമങ്ങൾ കാരണം ഒത്തിരി ആര്യനിസം അങ്ങനെയൊക്കെ കുറേ അധികം പാഷാണ്ഡതകളും സിസ്റ്റമുകളൊക്കെ സഭയിലുണ്ടായി. പിന്നെ സഭയുടെ കുറേ പണി തന്നെ ഇതിന് മറുപടി പറഞ്ഞ് നടക്കുന്നതായിരുന്നു. കുറേ നൂറ്റാണ്ടുകൾ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാദമില്ല. എന്താണ്? സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളാണ്. ഫസ്റ്റ് ഫ്രഷ് കമേഴ്സിന് വരെ എന്താണ്, വേറെ ഒന്നുമില്ല, അവൻ പറയണ പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല, വെള്ളമില്ല, ജോലിയില്ല, ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം. എത്ര സാമ്പത്തികമായ ബാധ്യതകൾ കിടന്നവരും രോഗമൂർച്ചയിൽ കിടക്കുന്നവർക്കും ആരോഗ്യത്തേക്ക് തിരിച്ചു വരാം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്താണ്? സുവിശേഷവിഹിതമായി ജീവിതം പുനഃക്രമീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം തുടരുകയോ അതൊന്നും ഉടമ്പടി അവിടെ വന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത്, അല്ലാതെ സഭയുടെ പഠനങ്ങളനുസരിച്ചല്ല. അതായത് വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ, ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം. ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഫ്രഷ് കമേഴ്സാണ് വരണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം? നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ്? വചനമാണ് നിങ്ങളുടെ ആധാരം. നിങ്ങളുടെ അവലംബം എന്താണ്? ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് തീർന്ന്, നിങ്ങൾക്ക് കടമാണ്, രോഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി അവലംബങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ 100% അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം എന്തുമാത്രമാണെന്നാണ് വിചാരിക്കണത്? അതായത് 8850 വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്, അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല. അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണം. അതാണ്. എന്നറിയാം, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്? അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അയ്യോ, ബൈബിളിൽ ടേക്ക് ദ ബെഡപ്പൺ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഒരു ഭയങ്കര ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇത് മൊണോപ്പൊളി ഇല്ല ഇതിൻ്റെ അകത്ത്. ഓപ്പൺ മാർക്കറ്റ്. മറ്റത് റിസർവ്ഡ് ഇല്ല, ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കണമല്ല. ഇപ്പം കൃപ റിസർവേഷനിലുള്ളതാണ്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്ക് ആവശ്യമായ കൃപ കൗതാശികമായി റിസർവ്ഡാണ് നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത്, അക്രൈസ്തവരെക്കുറിച്ചുള്ള അന്ത്യ തീരുമാനം എടുക്കുന്നത് ആരാണ്? ദൈവമാണ് തീരുമാനം എടുക്കുന്നത്. അതെവിടെ നിന്നാണ് ആ തീരുമാനം വരണത്? നിങ്ങളുടെ ആത്മാർത്ഥതയിലൂടെയാണ് തീരുമാനം കയറുന്നത്. നിങ്ങളുടെ ഓരോ വ്യക്തികളും ക്രിസ്തുവിനോട് ഇപ്പോൾ വിഷയബന്ധിയായിട്ട് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം, വ്യക്തിബന്ധിയായിട്ട് ഉടമ്പടി എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയായിട്ട് ഉടമ്പടി എടുക്കണം തുടക്കക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
അക്രൈസ്തവരിൽ നിന്ന് വരുന്ന തുടക്കക്കാരില്ലേ, അവർ ചെയ്യണത് വിഷയബന്ധിയായിട്ടാണ് ഉടമ്പടിക്കണം. അവർക്ക് IELTS പാസ്സാകണം, അവരുടെ വസ്തു വിൽക്കണം, കടങ്ങൾ മാറണം, വിഷയബന്ധിയാണ്. ഉടമ്പടിയുടെ ആദ്യ പ്രൈമറി ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയാണ്. ഉടമ്പടി കുറച്ചുകൂടി മച്ചുറായി കഴിയുമ്പോൾ, ഉടമ്പടി ജീവിതമാണല്ലോ, അത് വ്യക്തിബന്ധിയായിട്ട് മാറും. അത് ഓപ്ഷനിലാണ്. ഞങ്ങളാരും നിങ്ങളോട് വ്യക്തിബന്ധിയാകണമെന്ന് നിർബന്ധിക്കുകയോ നിർബന്ധപൂർവ്വം നിങ്ങളെ മതം മാറ്റുകയോ അങ്ങനെ വിഷയം വരെ ചെയ്തിട്ടുണ്ടോ? എന്നെ പറയാം, ഒരിക്കലും ചെയ്യത്തില്ല. അത് ദൈവം അവനവന് കൊടുക്കുന്ന കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് അവനവൻ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർ വസ്തുവിന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കും, ചിലർ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും. അത് അവരുടെ വിഷയങ്ങളാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയയുടെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ആത്മബന്ധം നീയുമായിട്ടുണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ പ്രത്യേകമായി ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.